ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യകാർഷിക സംഘടന 2023 ഏത് വിളകളുടെ വർഷമായാണ് പ്രഖ്യാപിച്ചത്? എ. എണ്ണക്കുരുക്കുകൾ, ബി. പഴവർഗ്ഗങ്ങൾ, സി. ചെറുധാന്യങ്ങൾ, ഡി. പയറുവർഗ്ഗങ്ങൾ. ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യകാർഷിക സംഘടന 2023 ഏത് വിളകളുടെ വർഷമായാണ് പ്രഖ്യാപിച്ചത്? ഉത്തരം സി. ചെറുധാന്യങ്ങൾ. ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യകാർഷിക സംഘടന 2023 ഏത് വിളകളുടെ വർഷമായാണ് പ്രഖ്യാപിച്ചത്? ഉത്തരം സി. ചെറുധാന്യങ്ങൾ. സുഭാഷ് ചന്ദ്രബോസ് രൂപം നൽകിയ രാഷ്ട്രീയ പാർട്ടി ഏത്? എ. ഇന്ത്യൻ നാഷണൽ ആർമി, ബി. ഭാരത് സൊസൈറ്റി, സി. ഫോർവേഡ് ബ്ലോക്ക്, ഡി. ഇവയൊന്നുമല്ല. സുഭാഷ് ചന്ദ്രബോസ് രൂപം നൽകിയ രാഷ്ട്രീയ പാർട്ടി ഏത്? ഉത്തരം സി. ഫോർവേഡ് ബ്ലോക്ക്. സുഭാഷ് ചന്ദ്രബോസ് രൂപം നൽകിയ രാഷ്ട്രീയ പാർട്ടി ഏത്? ഉത്തരം സി. ഫോർവേഡ് ബ്ലോക്ക്. കേരള ആരോഗ്യശാസ്ത്ര സർവകലാശാലയുടെ ആസ്ഥാനം? എ. എറണാകുളം, ബി. തൃശൂർ, സി. മലപ്പുറം, ഡി. തിരുവനന്തപുരം. കേരള ആരോഗ്യശാസ്ത്ര സർവകലാശാലയുടെ ആസ്ഥാനം എവിടെ? ഉത്തരം ബി. തൃശൂർ. കേരള ആരോഗ്യശാസ്ത്ര സർവകലാശാലയുടെ ആസ്ഥാനം തൃശൂരാണ്. ലോക ജന്തുരോഗ ദിനം എന്ന്? എ. ജൂലൈ 6, ബി. മാർച്ച് 8, സി. മാർച്ച് 3, ഡി. ജൂലൈ 12. ലോക ജന്തുരോഗ ദിനം എന്ന്? ഉത്തരം എ. ജൂലൈ 6. ലോക ജന്തുരോഗ ദിനം എന്ന്? ഉത്തരം എ. ജൂലൈ 6. നാട്ടുരാജ്യങ്ങളുടെ സംയോജനം എന്ന ദൗത്യം ഏറ്റെടുത്ത സർദാർ വല്ലഭായ് പട്ടേൽ തൻ്റെ സെക്രട്ടറിയായി നിയമിച്ച കേരളീയൻ ആര്? എ. ഫസൽ അലി, ബി. പട്ടം താണുപിള്ള, സി. ശങ്കരൻ നായർ, ഡി. വി. പി. മേനോൻ. നാട്ടുരാജ്യങ്ങളുടെ സംയോജനം എന്ന ദൗത്യം ഏറ്റെടുത്ത സർദാർ വല്ലഭായ് പട്ടേൽ തൻ്റെ സെക്രട്ടറിയായി നിയമിച്ച കേരളീയൻ ആര്? ഉത്തരം ഡി. വി. പി. മേനോൻ. നാട്ടുരാജ്യങ്ങളുടെ സംയോജനം എന്ന ദൗത്യം ഏറ്റെടുത്ത സർദാർ വല്ലഭായ് പട്ടേൽ തൻ്റെ സെക്രട്ടറിയായി നിയമിച്ച കേരളീയൻ വി. പി. മേനോൻ ആണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ പ്രാധാന്യം നൽകിയത് ഏത് മേഖലക്കാണ്? എ. കാർഷിക മേഖല, ബി. വ്യവസായ മേഖല, സി. സേവന മേഖല, ഡി. ഇവയെല്ലാം. ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ പ്രാധാന്യം നൽകിയത് ഏത് മേഖലക്കാണ്? ഉത്തരം എ. കാർഷിക മേഖല. ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ പ്രാധാന്യം നൽകിയത് കാർഷിക മേഖലക്കാണ്. ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ ശില്പി ആര്? എ. ഡോക്ടർ ബി. ആർ. അംബേദ്കർ, ബി. മഹാത്മാഗാന്ധി, സി. ആനി ബസന്റ്, ഡി. ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ ശില്പി ആര്? ഉത്തരം ഡി. ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ ശില്പി ജവഹർലാൽ നെഹ്റുവാണ്.